നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഏത് തോറ്റവനെയും ജയിപ്പിക്കുന്ന ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഈ ഒരു ഡയലോഗിലൂടെ കേരളം ഒന്നടങ്കം ഞെട്ടിത്തടിച്ച ഒരു ബിസിനസ്സുകാരനുണ്ട്. വെള്ളം എന്ന സിനിമ കണ്ടവർക്ക് മനസ്സിലാകും മുരളി എന്ന കഥാപാത്രത്തിന്റെ ജീവിതം എങ്ങനെയാണെന്ന്. അയാൾ എങ്ങനെയാണ് ഈ ജീവിതത്തിൽ പൊരുതി വിജയിച്ചതെന്ന്. മദ്യവിമുക്തി നേടി തൻ്റെതായിട്ടുള്ള ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത അനേകം മനുഷ്യർക്ക് പ്രചോദനമാകുകയും പ്രതീക്ഷയാകുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്ത ഒരു കഥാപാത്രം എന്നതിനേക്കാൾ ഉപരി അയാൾ ഒരു യഥാർത്ഥ ഇൻഫ്ലുവൻസർ തന്നെയാണ്. അയാളിന് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നു എന്നുള്ള വളരെ സങ്കടപ്പെടുത്തുന്ന ആശങ്ക പരത്തുന്ന ഒരു റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. എനിക്ക് മരിക്കണമെന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. എനിക്കെൻ്റെ മക്കളുടെയും ഭാര്യയുടെയും കൂടെ ജീവിക്കാൻ കൊതി ഉണ്ട്, ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന മുരളി എന്ന ബിസിനസ്സുകാരൻ്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാകുന്നുണ്ട്. ഈ വൈറലാകുമ്പോൾ അതിൽ ഏറ്റവും വലിയ രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്നതാകട്ടെ സിനിമാ ലോകത്തെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും. സിനിമയിലും ബിസിനസ്സിലും ഒരുപറ്റം ചതിയും വഞ്ചനയും നഷ്ടവും സംഭവിച്ചു എന്നും മാനസികമായും സാമ്പത്തികമായും തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വളരെ ആശങ്കയിലാണ് അദ്ദേഹം തൻ്റെ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹത്തിനെ വലിയ മാതൃകയായി എടുത്ത ആളുകൾക്കൊക്കെ വലിയ വേദന, അതിനേക്കാൾ ഉപരി വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അർജുൻ ആയങ്കിയെ പോലുള്ള നിരവധി ആളുകൾ അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് രംഗത്തെത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. അർജുൻ ആയങ്കി പറയുന്നത് സിനിമയിലാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാകുന്നു. തൻ്റെ നിഷ്കളങ്കതയെ മാളികപ്പുറം ഫെയിം, അഭിലാഷ് അടക്കമുള്ള സംവിധായകർ ദുരുപയോഗം ചെയ്ത് കബളിപ്പിച്ച് സുമതി വളവിൽ 8 കോടിയോളം രൂപ നഷ്ടത്തിലാക്കി കടക്കിണിയിലാക്കി എന്നെല്ലാമാണ് പറയുന്നത്. അദ്ദേഹത്തെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഒന്നിച്ച് നിൽക്കാമെന്ന് അർജുൻ ആയങ്കി പറയുന്നു. കൂടാതെ ദുബായിൽ ബിസിനസ്സിലുള്ള കൊല്ലം കാരണം തോട്ടട കാരണം ബിസിനസിന്റെ പേരിൽ കോടികൾ തന്നെ തട്ടിയെടുത്ത് കൈമലർത്തി കാണിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സയനൈഡ് വാങ്ങി വെച്ചിട്ട് അത് കഴിക്കാൻ പലവട്ടം ആലോചിച്ചു എന്നും പറ്റുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. മുന്നോട്ടിനി എന്ത് എന്ന വ്യാകുലതയിലുള്ള അയാളുടെ നഷ്ടപ്പെട്ട പണം അപഹരിച്ചവരെ കണ്ട് തിരികെ വാങ്ങിയെടുക്കാനുള്ള ഏർപ്പാട് നടത്താൻ എന്നാലാകുന്ന രീതിയിലെല്ലാം സഹായങ്ങൾ നടത്തുമെന്നാണ് അർജുൻ ആയങ്കി പോലുള്ള ആളുകളൊക്കെ പറയുന്നത്. പ്രതിസന്ധികളെ തരണം ചെയ്ത് തകർന്നു എന്ന് കരുതുന്ന ജീവിതവും ബിസിനസ് സാമ്രാജ്യവും വീണ്ടും പടുതുയർത്തി നിങ്ങൾ തിരിച്ചു വരണം, അതിന് ഏത് വിധത്തിലുള്ള അകമഴിഞ്ഞ സഹായവും വാഗ്ദാനം ചെയ്യുന്നു എന്നും അദ്ദേഹം പറയുന്നു. നിങ്ങളെല്ലാവരും അയാളുടെ കൂടെ നിൽക്കണമെന്നും ജനങ്ങളോട് ആവശ്യപ്പെടുന്നു അർജുൻ ആയങ്കി. ഒരുപാട് യുവാക്കൾക്ക് പ്രചോദനമായി നൽകുന്ന ഒരു കഥാപാത്രത്തിന്റെ നേർസാക്ഷ്യമായ ആ മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ അവസാനിപ്പിക്കരുതെന്നും സിനിമാ ലോകം ഇയാൾക്ക് നേരെ കണ്ണടക്കരുത് എന്നും മനസാക്ഷിയില്ലാത്തവരാകരുത്, സിനിമ കാരണം ജീവിതം നശിച്ചവരുടെ കൂട്ടത്തിൽ കുഴിച്ചു മൂടരുത് അദ്ദേഹത്തെ എന്നും ബിസിനസിന്റെ പേരിൽ അറിഞ്ഞോ അറിയാതെയോ ഇയാൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായാൽ കൊല്ലത്തും തോട്ടടയിലുമുള്ള ആൾക്കാർ ആത്മഹത്യയുടെ വക്കിലെത്തിയ ഇയാളുടെ നഷ്ടം നികത്തി കൈപിടിച്ച് തിരികെ കൊണ്ടുവരണമെന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും വെള്ളം എന്ന സിനിമയിലൂടെ ചിത്രത്തിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള വ്യവസായിയും നിർമ്മാതാവുമാണ് മുരളി കുന്നപ്പുറം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിലവിൽ പ്രചരിക്കുന്നുണ്ട്. അതിനെ തുടർന്നുള്ള വിവാദ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അമിതമായ കടബാധ്യത കാരണം താൻ ആത്മഹത്യയുടെ വക്കിലാണെന്നും പലിശക്കാരെ പേടിച്ച് സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങി ഓടേണ്ടി വരുന്ന സാഹചര്യവുമാണ് എന്നാണ് ഇദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലൂടെ പ്രധാനമായിട്ടും പറയുന്നത്. വിജേഷ് പാണത്തൂർ, ഉണ്ണി, അഭിലാഷ് പിള്ള, വിഷ്ണു എന്നിവരെ വിശ്വസിക്കരുത് എന്നും ഇവരൊക്കെ ചേർന്നാണ് തന്റെ ജീവിതം ഈ നിലയിലാക്കിയതെന്നുമാണ് മുരളി പറയുന്നത്. നദിയിൽ, സുന്ദരി, യമുന, സുമതി വളവ് അടക്കമുള്ള സിനിമകളിലൂടെ ഏകദേശം 9 കോടിയുടെ നഷ്ടമാണ് തനിക്ക് ഉണ്ടായതെന്നും ജീവൻ ഒടുക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്നുമാണ് മുരളി പറയുന്നത്. ബിസിനസ്സിൽ ഒരുപാട് ചതികൾ പറ്റി. ടൈൽസ് ദുബായിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഒക്കെ കയറ്റി അയച്ചിട്ട് മലയാളികൾ വഴി ഒരു പൈസ കിട്ടാനുണ്ട്. ഉണ്ണി വെള്ളോറ, വിജേഷ് പാണത്തൂർ ഈ 2 ആളുകളും കള്ളം പറഞ്ഞ് തൻ്റെ അടുത്ത് വന്നു. അസിസ്റ്റന്റ് ഡയറക്ടറാണെന്ന് വിശ്വസിപ്പിച്ചാണ് നദിയിൽ, സുന്ദരി, യമുന സിനിമ എടുപ്പിച്ചത്. ഇവരുടെ ഇടപെടലുകൾ
ഇടപെടലുകൾ തന്നെ ചതിക്കുഴിയിലാക്കിയെന്നും 2.5 കോടിയോളം രൂപയുടെ ബാധ്യതയിലേക്കാണ് തന്നെ ഇത്തരത്തിൽ തള്ളിവിട്ടതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. എല്ലാവരുടെയും വിചാരം സുമതി വളവ് വലിയ വിജയമാണെന്നാണ്. ജീവിതം കൈവിട്ടു പോയിരിക്കുകയാണ്. എൻ്റെ മക്കളുടെയും ഭാര്യയുടെയും കൂടെ ജീവിച്ചിട്ട് മതിയായിട്ടില്ല, കൊതി തീർന്നിട്ടില്ല. പക്ഷേ ഈ സിനിമ കാരണം 7 കോടിയോളം രൂപ നഷ്ടം വന്നു. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കടങ്ങൾ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഇതും. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. എനിക്ക് മരിക്കാൻ പേടിയാണ്. ജീവിക്കണമെന്നുണ്ട്, പക്ഷേ എന്നെ ജീവിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. ഞാൻ മരിച്ചാൽ ആർക്കും ഒന്നും കിട്ടില്ല. എനിക്ക് അല്പസമയം നൽകിയാൽ എല്ലാ ബാധ്യതകളും തീർത്ത് മാന്യമായി ജീവിക്കും. എൻ്റെ നല്ലൊരു ജീവിതം ഈ സിനിമാക്കാർ എല്ലാം കൂടെ കളഞ്ഞു കുളിച്ചു. വിജേഷ് പാണത്തൂർ, ഉണ്ണി അഭിലാഷ് പിള്ള, വിഷ്ണു ഇവരെല്ലാം ജീവിതം കളഞ്ഞു. ദൈവം അവർക്ക് മാപ്പ് കൊടുക്കാൻ പാടില്ല. അവരിപ്പോൾ ഭാര്യയുടെയും മക്കളുടെയും കൂടെ സുഖമായി ജീവിക്കുകയാണ്. എനിക്ക് മരിക്കുകയല്ലാതെ വേറെ വഴിയുമില്ല. പക്ഷെ മരിക്കാൻ ധൈര്യമില്ല. മരിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥ. എനിക്ക് വേറെ വഴിയില്ല. എല്ലാവർക്കും മാപ്പ്. ഞാൻ കാരണം ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നിങ്ങളാരും ഒരിക്കലും കുടിക്കരുത്. എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. മാപ്പ് സുഹൃത്തുക്കളെ, മാപ്പ്. മുരളി വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. സുമതി വളവ് എന്ന സിനിമയുടെ പേരിൽ ചെലവ് 22 കോടിയോളം രൂപയാണെന്നും സിനിമ സാമ്പത്തികമായി പരാജയമായിരുന്നു എന്നും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നും മുരളി മീഡിയ വണ്ണിനോട് അടക്കം പ്രതികരിച്ചതും ശ്രദ്ധേയമാണ്. സിനിമ കാരണം 7 കോടിയോളമാണ് ബാധ്യതയായി നിൽക്കുന്നത്. സുമതി വളവ്, നദിയിൽ സുന്ദരി, യമുന എന്നീ ചിത്രങ്ങളിലൂടെ ബാധ്യതകൾ വന്നിട്ടുണ്ട്. സംവിധാനം അറിയാതെ വിജേഷ് പാണത്തൂരടക്കം സമീപിക്കുന്ന സാഹചര്യം. സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെഫ്കെ അടക്കമുള്ള പിന്തുണ അറിയിച്ചു. താരങ്ങളിൽ ജയസൂര്യയും സിദ്ദിഖും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ സംവിധാനം പ്രജോഷ് സെന്നും പിന്തുണയുമായിട്ട് രംഗത്തുണ്ട്. ഇനി ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനമെന്നും സുമതി വളവിലെ താരങ്ങൾക്കും സാങ്കേതിക രംഗത്തുള്ളവർക്കും നൽകാനുള്ള പണം തിരിച്ചു നൽകുമെന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കാതെ ഇനി ഒരാളും സിനിമ എടുക്കാൻ ഇറങ്ങരുത് എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത്.